CPIMന്റെ രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് BJPയുടെ നേതാവ്, BJPയുടെ തൃശൂർ പാർലമെന്റ് അംഗം, കേന്ദ്ര മന്ത്രിസഭാംഗവുമായിട്ടുള്ള സുരേഷ് ഗോപിക്ക് വേണ്ടി പാർലമെന്റിൽ ഒരു ഇടിവെട്ട് പ്രസംഗം നടത്തിയിരിക്കുകയാണ്. തന്റെ സുഹൃത്തായ സുരേഷ് ഗോപി നിരന്തരം പാർലമെന്റിൽ അപമാനിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ വാക്കുകളിലൂടെ അമ്പെയ്ത്ത് നടത്തിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. BJPയുടെ നേതാവാണ്, കേന്ദ്രത്തിൽ നിന്നുള്ള ഏക BJP MP ആണ് അദ്ദേഹം. സുരേഷ് ഗോപി വളരെ പ്രശസ്തനായ സിനിമാ നടനാണ്. അദ്ദേഹം പാർലമെന്റിൽ പോയി അദ്ദേഹം BJP നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭാംഗങ്ങൾ തന്റെ സഹപ്രവർത്തകർ നൽകിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന് എയിംസ് വരും മറ്റേ മോനെ എന്നുവരെ പ്രസംഗിക്കും മാത്രം ആത്മവിശ്വാസം BJP നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. പക്ഷേ അവസാനം കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ ആമമുട്ട സംരക്ഷണ കേന്ദ്രമാണ് അനുവദിച്ചിട്ടുള്ളത്. എയിംസോ ബുള്ളറ്റ് ട്രെയിനോ അതിവേഗ ട്രെയിനുകളൊന്നും അനുവദിക്കാതെ കേരളത്തെ പാടെ അവഗണിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ സുരേഷ് ഗോപി പോലും വല്ലാത്ത വിഷണ്ണനായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി പാർലമെന്റിൽ എല്ലാ ശത്രുതയും മാറ്റിവെച്ചുകൊണ്ട് വളരെ ശക്തമായി വാദിക്കുന്ന ജോൺ ബ്രിട്ടാസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആ മാസ് ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. സുരേഷ് ഗോപിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. വളരെ ആവേശമുളവാക്കുന്ന വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് BJP MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തുന്നത്. ഇവിടെ രാഷ്ട്രീയ വിരോധങ്ങൾക്കപ്പുറം തന്റെ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുക എന്ന നിലപാടാണ് ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാ ജനങ്ങൾക്കും കാണാനാകും വിധം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ജോൺ ബ്രിട്ടാസ് MP നടത്തിയിട്ടുള്ളത്. നമുക്കതിന്റെ വീഡിയോ ഒന്ന് കാണാം. Government has been consistently insulting my friend Suresh Gopi. He promised Ordinary Institute of Medical Science. It will come now, a day, 24 hours, 36 hours. Where is the AMS, sir? I pleaded with the government, please honor my friend Suresh Gopi. He was humiliated again and again. My friend is being humiliated. It's not the question of giving justice to Kerala alone, but giving honor to the ministers of this government also. നിരവധി മലയാള സിനിമകളിൽ ആവേശം കൊള്ളിക്കുന്ന ഡയലോഗുകളുമായി മലയാളിയുടെ മനം നിറഞ്ഞ മുൻ സിനിമാ താരം ഇപ്പോഴും പല സിനിമകളിലും അദ്ദേഹം തല കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പോലും സിനിമയിൽ പോലും പറയാൻ കഴിയാത്ത അത്രയും ആവേശം കൊള്ളിക്കുന്ന ഡയലോഗാണ് ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. ഇതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം ഇത്രയേറെ അപമാനിക്കപ്പെടുമ്പോൾ അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടി എയിംസ് വരും മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടും അത് കൊണ്ടുവരാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തോടൊപ്പം ഐക്യപ്പെടുന്ന ജോൺ ബ്രിട്ടാസ് MP നിലവിലെ എല്ലാ ജനപ്രതിനിധികൾക്കും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്.